എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നു, ഇഷ്ടപ്പെടുന്നു. അതിലുപരി കമ്പ്യൂട്ടർ പഠിക്കാൻ സാധിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടും പറ്റാത്ത കാര്യം നമ്മളുടെ ക്ലാസ്സിലൂടെ പറ്റുന്നു, ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് കമ്പ്യൂട്ടറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ്. അതായത് ഇനി എത്ര ക്ലാസ്സിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചവരാണെങ്കിൽ പോലും ജസ്റ്റ് നമ്മുടെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. ബേസിക്കിന്റെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്വയമേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലാസ് പോകുന്നത്. ഒരു 4 ക്ലാസ് നമ്മൾ കഴിഞ്ഞു. അപ്പൊ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യവും പഠിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു സീരീസ് കുറച്ച് അങ്ങോട്ടേക്ക് കാണും. ഇപ്പൊ 4 ക്ലാസ് ആണ് നമ്മൾ ചെയ്തു കഴിഞ്ഞത്. ഇന്നത്തെ 5ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ ആ ക്ലാസ് കാണാനായിട്ട് ജസ്റ്റ് നമ്മളുടെ ചാനലിൽ കയറുക. കയറി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാല് കാണാനായിട്ട് സാധിക്കും ഒരു 4 ക്ലാസ്. ഇന്ന് നമ്മൾ 5ാമത്തെ ക്ലാസ് ആണ്. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ പറ്റാത്തവരെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചവരെ, അങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് പോകുന്നത്. കാരണം ഒരുപാട് സ്ലോ ആയിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ പെട്ടെന്ന് കണ്ടു തീർക്കാൻ വരുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് അത് കണ്ടു തീർക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും വലിച്ചു വാരി നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നില്ല. അത്യാവശ്യം നമുക്ക് കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പോകണം. അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം കുറച്ച് സമയം എടുത്തായിരിക്കും പോകുന്നത്. ജസ്റ്റ് അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് കൊണ്ട്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇന്നലെ നമ്മൾ അലൈൻമെന്റ്, MS വേർഡിലെ അലൈൻമെന്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞു നിർത്തി. അതാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ ഡോക്യുമെന്റ് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയി കാണാനായിട്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹോം ടാബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു 2-3 ആൾക്കാർ കൂടെ ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഹോം ടാബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് കാണാം, ക്ലിപ്പ് ബോർഡ്, അതുപോലെ തന്നെ ഫോണ്ട്, പാരഗ്രാഫ്. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഈ പാരഗ്രാഫ് ഗ്രൂപ്പിലെ ഈ ഒരു അലൈൻമെന്റ് ആണ്. ഇന്നിപ്പോ പറയാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പില് വളരെ പ്രധാനപ്പെട്ട 3 പേര് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു A ഉണ്ട്, അതുപോലെ തന്നെ ഒരു പെൻസിൽ പോലെ ഒരു സിമ്പൽ ഉണ്ട്, വേറൊരു A ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് കാണുമ്പോൾ അറിയത്തില്ല, കാരണം അതിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. അപ്പം നമുക്ക് അതിന്റെ പേര് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ചുമ്മാ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ആ കാണുന്ന സിമ്പലിന്റെ എയുടെ മുകളിലോട്ടൊന്ന് കൊണ്ടുവെക്കുക. കൊണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്കത് എന്താണെന്ന് പേര് അവിടെ കാണിക്കും. ടെക്സ്റ്റ് എഫക്ട്സ്, അതായത് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ആൽഫബറ്റ്സിന് അതിനെയാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെക്സ്റ്റിന് നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും, കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി രണ്ടാമത്തെ ആളാണ് ടെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയും. ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ. നമുക്ക് ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് ഒക്കെ നമുക്ക് എടുത്ത് കാണിക്കണമെങ്കിൽ, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ അതിന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ ആളാണ് ഫോണ്ട് കളർ. അതായത് നമ്മളിപ്പോ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ്, നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ടൈപ്പ് ചെയ്തത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഈ പറയുന്ന ഫോണ്ട് കളർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു ക്ലാസ് മിസ്സാക്കൽ ഒരു 3-4 ദിവസമായിട്ടുള്ളത്. ആ ഒരു ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്പ്യൂട്ടർ സ്വയമേ ചെയ്യാനും ഒരു ഇന്റർവ്യൂവിന് കോൺഫിഡന്റ് ആയിട്ട് പോകാനും ഒരു ജോലി കിട്ടിയെങ്കിൽ അവിടെ കമ്പ്യൂട്ടറിലെ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മൾ നേരെ പോയിട്ട് ഈ ഒരു ഹോം ടാബ് ഓപ്പൺ ചെയ്തിട്ട് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങും നമുക്ക് അപ്ലൈ ആകത്തില്ല. കാരണം നമുക്ക് ആവശ്യമുള്ള ആളെ ആദ്യം സെലക്ട് ചെയ്യണം. അതായത് എവിടെയാണോ നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കേണ്ടത് ആ ഒരു വേർഡിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. നമ്മളിവിടെ ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ MS വേർഡ് എന്ന് പറയുന്ന ടൈറ്റിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എളുപ്പത്തിൽ ഇത് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ഈ ഒരു ടൈറ്റിലിന് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് അതിനെ ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ അവിടെ മൗസ് വെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കർസർ ഇവിടെ വന്നിട്ടുണ്ട്. കർസർ എന്ന് പറഞ്ഞാൽ മൗസ് എവിടെയാണ് എന്ന് നമ്മളെ അറിയിച്ചു തരുന്ന ആളാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം മൗസ് അവിടെ തന്നെ ഇരുന്നോട്ടെ, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് മൗസ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നീക്കുക. അതായത് കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡ്രാഗ് ചെയ്യുക. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ ആൽഫബറ്റും സെലക്ട് ആകും. അങ്ങനെ അവസാനത്തെ ആൽഫബറ്റും
സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. നമ്മൾ കൈയെടുത്ത് കഴിയുമ്പോൾ അതിന്റെ ആ ഒരു സെലക്ഷൻ അവിടുന്ന് പോകത്തൊന്നുമില്ല, അത് അങ്ങനെയേ അവിടെ നിൽക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും സെലക്ഷൻ ചെയ്യുന്നതാണ്. ഇനി ഈ ഒരു അവസാനത്തെ പോർഷനിൽ നിന്നും നമുക്ക് സെലക്ഷൻ ചെയ്യാം. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം, അവസാനത്തെ ആൽഫബറ്റിന്റെ അവിടോട്ട് മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ അവിടെ കാണാം. ഇനി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പുറകോട്ട് മൗസ് ഇങ്ങനെ നീക്കണം. കാരണം നമ്മൾ സെലക്ട് ചെയ്ത അവിടുന്ന് പുറകോട്ടാണ് ബാക്കിയുള്ള ആൽഫബറ്റ് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പൊ മൗസ് ഇങ്ങനെ പുറകോട്ട് ഡ്രാഗ് ചെയ്യുക. ചെയ്യുന്ന അനുസരിച്ച് ഓരോ ആൽഫബറ്റും സെലക്ട് ആയി വരും. അപ്പൊ മൊത്തം സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്ന് കൈയെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൈയെടുത്ത് കഴിയുമ്പോൾ ആ സെലക്ഷൻ പോകത്തൊന്നുമില്ല, നമ്മൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്, നമുക്ക് ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കണം. അപ്പൊ ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് നേരെ നമ്മൾ ഹോം ടാബിലോട്ട് പോവുക. അതായത് ഹോം എന്ന് പറഞ്ഞാൽ HOME, നമുക്ക് ആൽഫബറ്റ് കാണാം. അപ്പൊ ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല, ഒന്നുകിൽ H അല്ലെങ്കിൽ O അല്ലെങ്കിൽ M അല്ലെങ്കിൽ E, ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് ഇങ്ങനെ ചുമ്മാ കൊണ്ടൊന്ന് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അതിന്റെ തൊട്ട് താഴെ ഹോം എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ആയി. അതിന്റെ അണ്ടറിലുള്ള സബ് ഗ്രൂപ്പുകളൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക സമാധാനമായിട്ട്. അപ്പൊ നമുക്ക് വായിച്ചു കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ബോർഡ് ആണ്, സെക്കൻഡ് വൺ ഫോണ്ട് ആണ്, തേർഡ് ഗ്രൂപ്പ് പാരഗ്രാഫ്. അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ടെക്സ്റ്റ് എഫക്റ്റ് ആണ്. അപ്പൊ നോക്കാം ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്ന കാര്യം എവിടെയാണെന്ന്. അപ്പൊ ഇവിടെ എങ്ങും എഴുതി വെച്ചിട്ടില്ല ടെക്സ്റ്റ് എഫക്റ്റ് എന്ന്. നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് ഓരോന്നിലും കൊണ്ടുവന്ന് വെക്കുക. വെക്കുമ്പോൾ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും. അപ്പൊ ഇങ്ങനെ കൊണ്ടുവച്ച് നോക്കിയിട്ട് നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് എന്നുള്ളത് കണ്ടുകിട്ടി. അതായത് രണ്ടാമത്തെ ഗ്രൂപ്പ് ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ നമുക്ക് ഈ ഒരു ആൽഫബറ്റ് പോലെ കാണാം. അതാണ് ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നേരെ ആ ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്ന ആൽഫബറ്റ് എയുടെ മുകളിലോട്ട് മൗസ് വെച്ചു. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം ഇവിടെ പല തരത്തിലുള്ള എഫക്റ്റ്, അതായത് പലതരത്തിലുള്ള കളറും ഒക്കെ ആയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോന്നിലും കൊണ്ടുവെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ ഒരു എഫക്റ്റ് നമ്മൾ ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ലൈവ് പ്രിവ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ജസ്റ്റ് ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ടൊന്ന് കാണിക്കാം. അപ്പൊ നമുക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. നമ്മൾ ഈ ടെക്സ്റ്റ് എഫക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഈ കാണുന്ന ഓരോ എഫക്റ്റിലും ജസ്റ്റ് നമ്മൾ മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇത് ഓരോന്നും ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പൊ ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കാം അതിന്റെ ഒരു പ്രിവ്യൂ വരുന്നത്. അപ്പൊ ഇങ്ങനെ മാറ്റി നോക്കിയിട്ട് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാല് അതേലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുക. അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു സ്റ്റൈൽ അവിടെ വന്നിട്ടുണ്ട്. ഇനിയും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് എഫക്റ്റില് താഴോട്ട് വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഔട്ട്ലൈൻ, അതുപോലെ ഷാഡോ, റിഫ്ലക്ഷൻ, ഗ്ലോ, ഇങ്ങനെ പറയുന്ന ഒരുപാട് എഫക്റ്റുകളുണ്ട്. അപ്പൊ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ചൂസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഈ ഔട്ട്ലൈനിലോട്ട് ചുമ്മാ മൗസ് കൊണ്ട് വെച്ചതേ ഉള്ളൂ. വെച്ച് കഴിഞ്ഞപ്പോ തൊട്ടപ്പുറത്ത് കുറെ കളേഴ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ചൂസ് ചെയ്ത അതിന്റെ കളർ, ഔട്ട്ലൈൻ കളർ നമുക്ക് മാറ്റാം. നമ്മൾ ഏത് ഡിസൈൻ ചൂസ് ചെയ്താലും അതിന്റെ ഔട്ട്ലൈൻ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് യെല്ലോ കളറാണ്. അപ്പൊ ഇത് മാറ്റി നമുക്ക് ഈ ഔട്ട്ലൈനിൽ നിന്നും ഒരു റെഡ് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ ഔട്ട്ലൈനിലോട്ട് മൗസ് വെച്ചു. മൗസ് വെച്ചപ്പോ തന്നെ വലതുവശത്ത് പുതിയൊരു കളർ ബോക്സ് വന്നു. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലോട്ട് മൗസ് കൊണ്ട് വെച്ചു. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത ഡിസൈൻ വന്നു, പക്ഷെ കളറ് വേറെ ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് ഷാഡോ. ഷാഡോയിൽ വെച്ചപ്പോഴും പലതരത്തിലുള്ള ഷാഡോ എഫക്റ്റുകൾ നമുക്ക് ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു ഡിസൈനില് ആ പല തരത്തിലുള്ള ഷാഡോ എഫക്റ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാം. കണ്ടോ, ഷാഡോയിൽ നമ്മൾ ഓരോന്നും ചൂസ് ചെയ്യുമ്പോൾ ആ പടത്തിലെ പോലെ ഷാഡോ എഫക്റ്റ് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഇതിലേതാണോ ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്യാനായിട്ട് അതിലോട്ട് മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി റിഫ്ലക്ഷൻ നോക്കുവാണെങ്കിൽ റിഫ്ലക്ഷനിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ഇവിടെ നോ റിഫ്ലക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ കളർ വൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് എടുത്ത് കാണാത്തത്. നിങ്ങൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകും. റിഫ്ലക്ഷൻ, അതായത് മുകളിലും താഴെയൊക്കെ പോലെ റിഫ്ലക്ട് ചെയ്ത് നമുക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ ഇനി ഗ്ലോ ഉണ്ട്.
ഗ്ലോയ്ക്കകത്തും പല തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഓരോന്നിലും ഇങ്ങനെ കൊണ്ട് വെക്കുന്ന അനുസരിച്ച് ആ ഒരു ചേഞ്ചസ് നമുക്ക് കാണാം. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മള് ഈ ഒരു ടൈറ്റില് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു വാക്കിനെ നമുക്കൊന്ന് എഫക്റ്റ് കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആ ഒരു വാക്കിനെ സെലക്ട് ചെയ്യുക, ദെൻ ഹോം ടാബിൽ പോവുക, അവിടെ നിന്ന് ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാനായിട്ട് മൗസ് അതിലോട്ട് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്ത എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ അതിന്റെ സ്റ്റൈൽ കളറൊക്കെ മാറ്റണമെങ്കിൽ വീണ്ടും ഈ ടെക്സ്റ്റ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഔട്ട്ലൈനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ ഇങ്ങനെ മാറ്റാം. നമ്മൾ ചൂസ് ചെയ്യുന്ന കളർ അവിടെ ചേഞ്ചസ് ആയിട്ട് വരും. അതായത് ഔട്ട്ലൈൻ കളർ. ഈ ഷാഡോ കൊടുക്കണമെങ്കിൽ ഒരു നിഴല് പോലൊക്കെ നമുക്കൊരു ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഷാഡോ, റിഫ്ലക്ഷൻ, ഗ്ലോ, അങ്ങനെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ്. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പൊ അതാണ് ഈ ഒരു ടെക്സ്റ്റ് എഫക്റ്റിലെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ആളാണ് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്, എടുത്ത് കാണിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിൽ ഏതെങ്കിലും ഒരു ലൈൻ നമുക്ക് എടുത്ത് കാണിക്കണം. അപ്പൊ അതിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആ ഹൈലൈറ്റ് കളർ എന്ന് പറയുന്ന ടൂള് ഉപയോഗിക്കാം. ചെയ്യേണ്ട കാര്യം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ആ ഒരു വാക്ക് അല്ലെങ്കിൽ സെന്റൻസ് അല്ലെങ്കിൽ പാരഗ്രാഫ് അതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് ക്ലിക്ക് ചെയ്യുക, ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മുന്നോട്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹോം ടാബിലോട്ട് മൗസ് വെക്കുക. ഹോം ടാബ് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹോം ടാബ് ഓപ്പൺ ആയി വരും. അതിലെ ടെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം അവിടെ ടെക്സ്റ്റ് ഹൈലൈറ്റ് ആയി വന്നിട്ടുണ്ട് ഒരു ബ്ലൂ കളറിൽ. അപ്പൊ ഈ ടെക്സ്റ്റ് ഹൈലൈറ്റിന്റെ അവിടെ നോക്കിയാൽ ബ്ലൂ കളർ ആണ് ഓട്ടോമാറ്റിക്കലി കിടക്കുന്നത്. ആ കളർ നമുക്ക് മാറ്റാനും പറ്റും. ബ്ലൂ കളറിന്റെ സ്ഥാനത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ആക്കാനും പറ്റും. അപ്പൊ അത് മാറ്റാനായിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ഹൈലൈറ്റിന്റെ സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. അതായത് താഴോട്ടൊരു ആരോ പോലൊരു കാര്യം കാണാം. അപ്പൊ ആരോയിലോട്ട് മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഓരോ കളേഴ്സിലും നമ്മൾ കൊണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ലൈവ് പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും. പറഞ്ഞ ഒരു ടെക്സ്റ്റ് ഹൈലൈറ്റ് ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ആ ഒരു കാര്യത്തിനെ ആദ്യം സെലക്ട് ചെയ്യണം. എന്നിട്ട് ഹോം ടാബിൽ നിന്നും ഈ ഹൈലൈറ്റ് എന്നുള്ളതിന്റെ നമ്മൾ ഇവിടെ കിടക്കുന്ന ഈ ഒരു പെൻസിൽ പോലത്തെ സിമ്പിളിന്റെ അവിടെ വെച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ ഏത് കളറിലാണോ കിടക്കുന്നത് ആ കളർ ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഇവിടെ ബ്ലൂ കളർ ആയതുകൊണ്ട് ബ്ലൂ കളർ ആയിരിക്കും വരുന്നത്. മറിച്ച് നമ്മൾ ഈ ഒരു പെൻസിൽ പോലത്തെ ഈ സിമ്പിളിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ കൊണ്ടുവച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താല് നമുക്ക് ഇവിടെ ഒരുപാട് കളേഴ്സ് കാണാൻ പറ്റും. അപ്പൊ ആ ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഹൈലൈറ്റിന്റെ സൈഡിലുള്ള ആരോയിൽ കൊണ്ട് മൗസ് വെക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ കാണാം ഒരുപാട് കളേഴ്സ് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് കളർ വേണ്ട, കളർ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ നോ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഹോം ടാബിലെ നോ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മൾ സെലക്ട് ചെയ്ത് അതിന്റെ കളർ അവിടുന്ന് പോകും. അപ്പൊ ഇങ്ങനെ നമുക്ക് കളർ കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ കളർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ ആളാണ്, അതായത് ഫോണ്ട് കളർ. ഫോണ്ട് കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ടൈപ്പ് ചെയ്ത പോലെ ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിന് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ട കാര്യം, എന്ത് കാര്യം ചെയ്താലും നമുക്ക് അതിനെ സെലക്ട് ചെയ്യണം. ഏതിനാണോ കളർ കൊടുക്കേണ്ടത് ആ കളർ കൊടുക്കേണ്ട അത്രയും കാര്യം നമ്മൾ സെലക്ട് ചെയ്യണം. ഈ ഒരു പാരഗ്രാഫ് ഇത്രയുമാണ് നമ്മൾ കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ പാരഗ്രാഫിന്റെ ആദ്യം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് സെലക്ട് ചെയ്യുക. നമുക്കിത് മൊത്തം വേണമെങ്കിൽ മൊത്തം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. സെലക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് മൗസിൽ നിന്നും കൈയെടുക്കുക. എന്നിട്ട് ഹോം ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും ഫോണ്ട് കളർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എ എന്നുള്ളിടത്ത് കൊണ്ടുവച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എയിൽ ഇപ്പോ ഉള്ള കളർ ആയിരിക്കും അവിടെ വരുന്നത്. അതായത് യെല്ലോ കളറാണ് വന്നത്. ഇനി യെല്ലോ കളർ വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കണമെങ്കിൽ ഈ എ എന്ന് പറയുന്ന ഇതിന്റെ സൈഡിലുള്ള ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കളേഴ്സ് ഇങ്ങനെ കാണാം. അപ്പൊ ഇതിൽ
ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ ഓരോന്നിലും ഇങ്ങനെ മൗസ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള കളർ ഏതാണോ അത് കൊടുക്കാനായിട്ട് അതിലോട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത അത്രയും കാര്യത്തിനും ഫോണ്ട് കളർ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ബ്ലാക്കിലാണ്, പക്ഷെ ഇപ്പൊ അത് നമ്മൾ ചൂസ് ചെയ്ത റെഡ് കളറിലായി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്ന് പഠിച്ച കാര്യം ഒന്നുകൂടെ നോക്കാം. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് ടെക്സ്റ്റ് എഫക്റ്റ് ആണ്. അപ്പൊ ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കേണ്ട ആ ഒരു വാക്ക്, സെന്റൻസ് അല്ലെങ്കിൽ പാരഗ്രാഫിനെ ആദ്യം സെലക്ട് ചെയ്യുക. അതായത് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഹോം ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും ടെക്സ്റ്റ് എഫക്റ്റിന്റെ ഈ ഒരു എ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പല എഫക്റ്റുകൾ കാണാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് അതേലോട്ട് മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എഫക്റ്റ് അവിടെ വരും. ഇനി ആ എഫക്റ്റിൽ തന്നെ പല ഡിസൈനുകളുണ്ട്. അപ്പൊ അത് കൊടുക്കാനായിട്ട് എന്നുള്ളതിന്റെ സൈഡിലത്തെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഔട്ട്ലൈൻ ഉണ്ട്, ഷാഡോ ഉണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട്, ഗ്ലോ ഉണ്ട്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിലെ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ കളർ മാറ്റാം, ഔട്ട്ലൈൻ കളർ മാറ്റാം, ഷാഡോ എഫക്റ്റ് കൊടുക്കാം, റിഫ്ലക്ഷൻ കൊടുക്കാം, ഗ്ലോ കൊടുക്കാം. അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കൊടുക്കുക. ഇനി രണ്ടാമത് പറയുന്നത് ടെക്സ്റ്റ് ഹൈലൈറ്റ് ആണ്. ടെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഈ ടെക്സ്റ്റ് എഫക്റ്റിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആള്. നമുക്കൊരു വാക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ അതിനെ ആദ്യം സെലക്ട് ചെയ്യണം. എന്നിട്ട് ഹോം ടാബിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷൻ ഹൈലൈറ്റ് കളർ എന്നുള്ള ഓപ്ഷന്റെ സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത് പറഞ്ഞ കാര്യം, നമുക്ക് ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ കളർ മാറ്റണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതിനെ ആദ്യം സെലക്ട് ചെയ്യുക, ഹോം ടാബിൽ പോവുക, അവിടുന്ന് ഫോണ്ട് കളർ എന്നുള്ളതിന്റെ സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ ഇങ്ങനെ ചൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് എഫക്റ്റും അതുപോലെ തന്നെ ടെക്സ്റ്റ് ഹൈലൈറ്റും ഫോണ്ട് കളറും ഒക്കെ കൊടുക്കുന്നത്. MS വേർഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. അപ്പൊ ക്ലാസ്സുകൾ ജസ്റ്റ് ആവർത്തിച്ചൊന്ന് കണ്ടു നോക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആവർത്തിച്ച് 2-3 തവണ ഒന്ന് കണ്ടു കഴിയുമ്പോൾ അത് ഓക്കെ ആവും. പിന്നെ സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പോലും അറിയത്തില്ല, നമ്മൾ അങ്ങ് ചെയ്തു പോക്കോളൂ. അപ്പം ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു, നിങ്ങൾക്കത് എളുപ്പമായോ എന്ന് കൂടെ പറയുക. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.